السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين. أما بعد فإني أوصيكم وإياي بتقوى الله. أعوذ بالله السميع العليم من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا كتب عليكم الصيام كما كتب على الذين من قبلكم. صدق الله مولانا العلي العظيم. ബഹുമാനമുള്ളവരെ, വിശുദ്ധമായ റമദാൻ ഇന്ന് ആഗതമായിരിക്കുകയാണ്. വിശുദ്ധ റമദാനെ വരവേൽക്കാൻ വേണ്ടി ലോകത്തുള്ള എല്ലാ മോമിനീങ്ങളും വളരെയധികം സന്തോഷത്തോടെ വളരെ ആദരവോടുകൂടി തയ്യാറെടുത്ത് നിന്ന് ഇന്ന് അതിനെ സ്വാഗതം ചെയ്തിരിക്കുകയാണ്. നമുക്കറിയാം, അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യവർഗത്തിനോട് നല്ല ലോകത്തുള്ള എല്ലാ വസ്തുക്കളോടും കൃപയും കാരുണ്യമൊക്കെ കാണിക്കുന്നവനാണ്. അള്ളാഹുവിൻ്റെ വിശുദ്ധമാവുന്ന അസ്മാക്കളെ കൂട്ടത്തിൽപ്പെട്ട ഇസ്മുകൾ തന്നെ കാരുണ്യത്തിൻ്റെ മേലിലും കൃപയുടെ മേലിലൊക്കെ വിളിച്ചോതുന്നതാണെന്ന് നമുക്കറിയാം. പ്രത്യേകിച്ച് മുഅ്മിനീങ്ങളാവുന്ന നമ്മളോട് അവരുടെ നന്മയുടെ റെക്കോർഡുകൾ വർദ്ധിപ്പിക്കപ്പെടുന്ന നിലക്കുള്ള പ്രവർത്തനങ്ങൾ മുഅ്മിനീങ്ങളിൽ നിന്ന് ഉണ്ടാവാൻ ആവശ്യമാവുന്ന പല സംവിധാനങ്ങളും അല്ലാഹു ഒരുക്കിയിട്ടുണ്ട്. ആ സംവിധാനങ്ങൾ നമ്മൾ ഉപയോഗപ്പെടുത്തുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെയധികം സന്തോഷിക്കുകയും ആ സംവിധാനങ്ങളുടെ ക്വാളിറ്റി അനുസരിച്ച് അതിന് സവാബ് നൽകപ്പെടുകയും ചെയ്യുന്നു. ഉദാഹരണമായി, ആഴ്ചയിലൊരു ദിവസം അഥവാ വെള്ളിയാഴ്ച ദിവസം ഒരു പുണ്യമായ ദിവസമായി പ്രഖ്യാപിക്കപ്പെട്ടു. പുണ്യമായ ദിവസമായി പ്രഖ്യാപിക്കപ്പെട്ടു എന്ന് മാത്രമല്ല, ആ ദിവസത്തിൽ പ്രത്യേകമാവുന്ന പല ഓഫറുകളും അല്ലാഹു നൽകി. പ്രത്യേകിച്ച് ആ ദിവസത്തിലൊരു പ്രത്യേക സമയമുണ്ട്. ആ സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ദുആ ചെയ്യുക, കാര്യങ്ങൾ ആവശ്യപ്പെട്ടാലൊക്കെ അത് സ്വീകരിക്കപ്പെടും, അത് തട്ടപ്പെടുന്നതല്ല എന്നൊക്കെ അള്ളാഹുവിൻ്റെ റസൂൽ നമുക്ക് പഠിപ്പിച്ചു. പക്ഷേ ആ സമയം എപ്പോഴാണെന്നുള്ളത് വെളിപ്പെടുത്തപ്പെട്ടില്ല. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഞാൻ ആദ്യം പറഞ്ഞത് തന്നെ, നമ്മുടെ നന്മകളുടെ റെക്കോർഡുകൾ, അതിലൊരുപാട് നന്മകൾ രജിസ്റ്റർ ചെയ്യപ്പെടണം. അപ്പോൾ നമ്മൾക്ക് ആ സമയം ഏതാണെന്ന് നിർണയിക്കപ്പെടാത്തതുകൊണ്ട് ആ ദിവസത്തെ മുഴുവനും ഇബാദത്തുകളെ കൊണ്ട് ധന്യമാക്കുക. അപ്പോൾ ആ സമയത്തിൽപ്പെട്ട സമയത്തിനോട് നമ്മളെ ഇബാദത്തുകൾ ഒത്തുവരികയും ചെയ്യും. ആ നിലക്ക് ആഴ്ചയിലൊരിക്കൽ ഈ ദിവസത്തിനെ പുണ്യമായ ദിവസമാക്കി അള്ളാഹു തീരുമാനിക്കുകയും ഒരു പ്രത്യേക സമയം ഉണ്ട്, ആ സമയത്തിൻ്റെ പ്രാധാന്യത്തെ പറ്റിയൊക്കെ അറിയിക്കുകയും ചെയ്തു. ഇതുകൊണ്ട് ഇന്ന് പഴമക്കാരാവുന്ന നമ്മുടെ മുൻഗാമികളാവുന്ന ആളുകൾ വ്യാഴാഴ്ച മുതൽ തന്നെ തയ്യാറെടുക്കുകയാണ് വെള്ളിയാഴ്ചക്ക് വേണ്ടി. അങ്ങനെ വെള്ളിയാഴ്ച സൂര്യ ഉദിച്ചോടെ മുതൽ
അസ്തമിക്കുന്നത് വരെയുള്ള സമയങ്ങൾ ദുആയിലും മറ്റു ഇബാദത്തുകളിലൊക്കെ ആയിട്ട് വ്യാപൃതരായിക്കൊണ്ട് അവർ ആ പുണ്യമായ സമയത്തിന് പ്രത്യേകം ലഭ്യമാകാൻ ആവശ്യമാവുന്ന ശ്രമങ്ങൾ അവർ നടത്തി. എന്നതുപോലെ തന്നെ വിശുദ്ധ റമളാനിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ശറഈ ചെയ്തു. അതിൻ്റെ മുൻഗാമികൾക്കും നോമ്പ് ശറഈ ചെയ്യപ്പെട്ടിരുന്നെങ്കിലും അവർക്കുള്ള നോമ്പിൻ്റെ സ്വഭാവങ്ങളും നമ്മുടെ നോമ്പിൻ്റെ സ്വഭാവങ്ങളൊക്കെ ചില വ്യത്യാസങ്ങളുണ്ട്. നമ്മളെ സംബന്ധിച്ചിടത്തോളം വിശുദ്ധമാവുന്ന ഈ മാസത്തിന് ഒരു വളരെ പുണ്യമായ മാസമായി കൊണ്ട് അള്ളാഹു പ്രഖ്യാപിച്ചു. ഈ മാസത്തിൻ്റെ ഓരോ പത്തിലുള്ള ഒന്നാമത്തെ പത്ത്, രണ്ടാമത്തെ പത്ത്, മൂന്നാമത്തെ പത്തിലൊക്കെ ഉള്ള ഒരുപാട് ഗുണങ്ങൾ, ഒരുപാട് ഓഫറുകൾ അള്ളാഹു സുബ്ഹാനഹു വ തആല ചെയ്തു. ഇതെന്തിനു വേണ്ടിയാണെന്ന് ചോദിച്ചാൽ ഒരു വർഷം മുഴുവനും അള്ളാഹു സുബ്ഹാനഹു വ തആലാനെ മറന്നുകൊണ്ട് വിശുദ്ധമാവുന്ന ശരീഅത്തിൻ്റെ ആജ്ഞകൾ, കൽപ്പനകൾ, അതിൻ്റെ നിരോധങ്ങൾ, അതിൽ ഒക്കെ പൂർണ്ണമായി അവഗണിച്ചുകൊണ്ട് ജീവിച്ചിരുന്ന നമ്മോട് അള്ളാഹു സുബ്ഹാനഹു വ തആലാൻ്റെ പ്രത്യേകമാവുന്ന കൃപയും കാരുണ്യമൊക്കെ കാരണം ഒരു മാസത്തിന് പ്രത്യേക പുണ്യമായ ഒരു മാസമായി കൊണ്ട് പ്രഖ്യാപിച്ചു. ആ മാസത്തിനെ മുഴുവനും നമ്മൾ ഉപയോഗപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കാൻ നമ്മോട് കൽപ്പിക്കുകയും അതിന് വേണ്ട ഒരു വലിയ ഓഫറുകളും അതുപോലെ തന്നെ പ്രതിഫലങ്ങളൊക്കെ അള്ളാഹു വാഗ്ദത്തം ചെയ്യുകയും ചെയ്യും. മാത്രമല്ല ഈ മാസത്തിൽ ഒരു പ്രത്യേകമാവുന്ന ദിവസത്തിനെയും അള്ളാഹു സുബ്ഹാനഹു വ തആല അറിയിച്ചു തന്നു. അതാണ് ലൈലത്തുൽ ഖദ്ർ. വിശുദ്ധ ഖുർആൻ പ്രഖ്യാപിച്ചതുപോലെ ലൈലത്തുൽ ഖദ്ർ ഖൈറും മിൻ അൽഫി ശഹർ. ആ ലൈലത്തുൽ ഖദ്റിന് എന്നാണെന്നുള്ളത് വ്യക്തമായി കൊണ്ട് പ്രഖ്യാപിക്കപ്പെട്ടില്ല. പ്രഖ്യാപിക്കപ്പെടാൻ വേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളൊരു അവസരത്തിൽ വന്നു എന്നാണ്. അപ്പോൾ സഹാബത്ത് പരസ്പരം തർക്കം കൂടുന്നത് കണ്ടപ്പോൾ പറഞ്ഞു, ഞാൻ ലൈലത്തുൽ ഖദ്ർ അത് ഇന്ന രാത്രിയിലാണെന്ന് പ്രഖ്യാപിക്കാൻ വേണ്ടി വന്നതായിരുന്നു. പക്ഷേ നിങ്ങളെ തർക്കം കാരണം ആ പ്രഖ്യാപനം ഉയർത്തപ്പെട്ടു എന്നാണ്. ഇവിടെ ഷിയാക്കൾ ലൈലത്തുൽ ഖദ്ർ ഇല്ല എന്നതിനിക്ക് ലക്ഷ്യമായിട്ട് ഈ സംഭവം പറയുന്നുണ്ട്. ലൈലത്തുൽ ഖദ്റിനെ ഉയർത്തപ്പെട്ടു എന്നതാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ലൈലത്തുൽ ഖദ്റിനെ ഉയർത്തപ്പെട്ടു എന്നല്ല, ആ ലൈലത്തുൽ ഖദ്ർ മഅയ്യനത്താവുന്ന ഒരു ഇന്ന രാത്രിയാണെന്നുള്ള ആ പ്രഖ്യാപനത്തിനെയാണ് ഉയർത്തപ്പെട്ടത്. അപ്പോൾ ലൈലത്തുൽ ഖദ്ർ അത് എല്ലാ റമളാനിലും മടങ്ങി വരുന്ന എല്ലാ റമളാനിലും ലൈലത്തുൽ ഖദ്ർ ഉണ്ടാവും. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആല ഞാൻ ആദ്യം പറഞ്ഞതുപോലെ മനുഷ്യരോട് മുഅ്മിനീങ്ങളാവുന്ന നമ്മോടുള്ള പ്രത്യേക കൃപയും കാരുണ്യം കാരണം ആ ലൈലത്തുൽ ഖദ്റിന് ഇന്ന ദിവസമാണെന്ന് വ്യക്തമായി പ്രഖ്യാപിക്കപ്പെട്ടില്ല. അത് അള്ളാഹു റസൂലിനും അറിയാത്തത് കൊണ്ടല്ല. എന്തുകൊണ്ട് പ്രഖ്യാപിക്കപ്പെട്ടില്ല എന്ന് ചോദിച്ചാൽ അത് റമളാൻ്റെ എല്ലാ രാത്രികളും പകലുകളൊക്കെ ഇബാദത്ത് കൊണ്ട് ധന്യമാക്കുന്നത് പോലെ തന്നെ റമളാൻ്റെ അവസാനത്തെ പത്തിലുള്ള ഒറ്റയായ എല്ലാ രാത്രികളും നമ്മൾ ഇബാദത്തുകളെ കൊണ്ട് ധന്യമാക്കണം. അതുകൊണ്ടാണ് ലൈലത്തുൽ ഖദ്ർ നിങ്ങൾ പ്രതീക്ഷിച്ചോളി. റമളാൻ്റെ അവസാനത്തെ പത്തിലുള്ള ഒറ്റയായ രാത്രികളിൽ നിന്ന് റസൂൽ പറഞ്ഞു. ആ എല്ലാ ഒറ്റയായത് 21 പ്രതീക്ഷിക്കപ്പെടാം, 23 പ്രതീക്ഷിക്കപ്പെടാം, 25 പ്രതീക്ഷിക്കപ്പെടാം, 27 പ്രതീക്ഷിക്കപ്പെടാം, 29 പ്രതീക്ഷിക്കപ്പെടാം. അപ്പോൾ ഈ ഒറ്റയായ രാത്രികൾ മുഴുവനും ഇബാദത്തുകളെ കൊണ്ട് ധന്യമാക്കി അതിൽ നിന്നുള്ള ഏതെങ്കിലും ഒരു രാത്രി ലൈലത്തുൽ ഖദ്റിനോട് നമ്മുടെ ഇബാദത്തുകൾ ഒത്തുവരികയും ചെയ്യും. മറ്റുള്ള രാത്രികളിലൊക്കെ ഇബാദത്ത് കൊണ്ട് ധന്യമാക്കി ആ ഇബാദത്ത് കാരണമായിട്ട് നമ്മുടെ ഹസനാത്തുകൾ രേഖപ്പെടുത്തപ്പെടുന്ന അതിൻ്റെ റിക്കാർഡുകൾ, അതിൽ ധാരാളം ഹസനാത്തുകൾ രേഖപ്പെടുത്തപ്പെട്ടുകൊണ്ടിട്ട് ഈ 11 മാസവും അള്ളാഹു സുബ്ഹാനഹു വ തആലയെയും അള്ളാഹുവിൻ്റെ റസൂലിനെയും അവരെ കൽപ്പനകളെയും മറന്നുകൊണ്ട് ജീവിച്ച മനുഷ്യനെ എങ്ങനെങ്കിലും
അവൻ്റെ നന്മയുടെ റെക്കോർഡുകളിൽ ഒരുപാട് നന്മകൾ രേഖപ്പെടുത്തപ്പെടാൻ പറ്റിയ ഒരു അവസരമാണ് അള്ളാഹു ഉണ്ടാക്കി തന്നത്. ഇങ്ങനെ ഓരോ ഇബാദത്തിനെ പറ്റി നമ്മൾ പഠിച്ചു നോക്കിയാലും അങ്ങനെ തന്നെയാണ്. ഹജ്ജാണെങ്കിൽ അങ്ങനെ തന്നെയാണ്, നോമ്പാണെങ്കിൽ അങ്ങനെ, നിസ്കാരമാണെങ്കിൽ അങ്ങനെ തന്നെ, സക്കാത്താണെങ്കിൽ അങ്ങനെ തന്നെ. ഒക്കെ മനുഷ്യനിക്ക് ഒരു നിർബന്ധമാവുന്ന ഈ ഇബാദത്തുകളൊക്കെ ചെയ്യുമ്പോൾ തന്നെ ആ ഇബാദത്തുകളോട് അനുബന്ധമായി കൊണ്ട് പ്രഖ്യാപിക്കപ്പെടുന്ന മറ്റുള്ള കാര്യങ്ങളും ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കണമെന്ന് ചോദിച്ചാൽ, തമ്മാടിത്തരത്തിൽ മുഴുകി നിൽക്കുന്ന മനുഷ്യനിക്ക് ചെറിയ ഒരു ബോധവൽക്കരണം അവനെ നടത്തി അവനെ നന്മയിലേക്ക് അവനക്ക് ആഗ്രഹം ഉണ്ടാക്കി കൊടുത്തുകൊണ്ടിട്ട് നന്മകൾ ചെയ്യാൻ അവനെ പ്രേരിപ്പിക്കണ ഒരവസ്ഥ. ആ അവസ്ഥയാണ് ഈ വിശുദ്ധമാവുന്ന റമദാനിൽ കൂടിയൊക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല, അള്ളാഹുവിൻ്റെ റസൂല് ഇവരൊക്കെ നമ്മൾ പഠിപ്പിച്ചിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ വിശുദ്ധമാവുന്ന റമദാനിൻ്റെ ഓരോ നിമിഷങ്ങളും വിലപ്പെട്ട ദിവസങ്ങളാണ്. ഒരുപാട് കൂലികൾ പ്രതീക്ഷിക്കപ്പെടുന്ന പകലുകളും രാത്രികളുമാണ്. പ്രത്യേകിച്ച് അവസാനത്തെ 10